നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാന്നാർ കൊലപാതകത്തിൽ പുതിയ വഴിത്തിരിവുകൾ. കൊലപാതകത്തിൽ മാപ്പ് സാക്ഷിയാക്കപ്പെട്ട സുരേഷ് കുമാറിനും പങ്കെന്ന് നാട്ടുകാർ. 14 വർഷം മുമ്പ് രാത്രിയിലാണ് കലയുടെ മൃതദേഹവുമായി 3 പേർ തന്നെ സമീപിച്ചതെന്ന് മാന്നാർ സ്വദേശിയായ 70-കാരന്റെ വെളിപ്പെടുത്തൽ. കലയെ കൊലപ്പെടുത്തിയ ശേഷം കാറിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. കഴുത്തിൽ ഷാൾ ഉണ്ടായിരുന്നു. ഒപ്പം ജിനുവും പ്രമോദും ഉണ്ടായിരുന്നു. മറ്റൊരാൾ ഇരുട്ടത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. കാറിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള മൺവെട്ടി അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നതായും 70-കാരനായ സോമൻ പറയുന്നു. വിവരം പുറത്തു പറയാതിരുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഭയന്നാണ്. മാന്നാർ സ്റ്റിച്ച് ഫാക്ടറിയുടെ സമീപമുള്ള കുളത്തിൽ മറവ് ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് തൊട്ടടുത്തുള്ള പുഴയുടെ അടിയിൽ കുഴിച്ചിടാനും തീരുമാനിച്ചു. പിന്നീട് മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തതെന്ന് തനിക്കറിയില്ലെന്നും 70-കാരനായ സോമൻ പറഞ്ഞു. മാന്നാർ SNDP ശാഖ യോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയതെന്നാണ് സൂചന. നിലവിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും നാട്ടുകാർ പറയുന്നു. കൊലപാതകത്തിൽ അനിലിന് നിർണായക പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുകയുള്ളൂ. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് വേഗത്തിലാക്കിയിരിക്കുന്നത്.